സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയി. കുഴപ്പമില്ല, സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, നുണയല്ല. എനിക്കിങ്ങനെ ഇരുന്ന് പരസ്യമായിട്ട് നുണ പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. സൈഡിൽ നിന്ന് എന്ത് അധ്വാനമാണ് ഉള്ളത് ഇതിനകത്ത്? ഒന്നുമില്ല, ശരിക്കും പറഞ്ഞ ഒരു അധ്വാനം ഇല്ല. നമ്മൾ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോണത്. ഇത്രയുമേ ഉള്ളൂ പുരുഷന്റെ ഡ്യൂട്ടി. അവന് ഒരു നല്ല പുത്രനുള്ള സ്പേം കൊടുക്കുക, അതോടെ അവന്റെ ഡ്യൂട്ടി തീർന്നു. സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയി. നിങ്ങളെ പോലുള്ളവർക്ക് അധ്വാനമുണ്ട്, ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് കഠിനാധ്വാനമാണ് അതിനകത്തുള്ളത്? അതായത് പുരുഷന്റെ സൈഡിൽ നിന്ന് എന്ത് അധ്വാനമാണ് ഉള്ളത് ഇതിനകത്ത്? ഒന്നുമില്ല. എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ റെഡിയാണെന്നറിയോ? നമ്മൾ സയൻസിന് വേണ്ടിയിട്ട് കോടാനുകോടി ചെലവാക്കേണ്ടത്, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും ചെലവാക്കാൻ നമുക്കില്ല. അങ്ങനെ ആ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ പോയിട്ട് സൂര്യൻ്റെ DNA എടുത്തുകൊണ്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിക്കോട്ടെ. ഇത് ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ ചലഞ്ചിങ് തന്നെയായിട്ട് എടുത്തോ, ഏത് തരത്തിൽ വേണമെങ്കിലും എടുത്തോ. ഇത് ചരിത്രമാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല. സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയി. അത് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൂര്യനിൽ നിന്ന് ഗർഭധാരണം ഉണ്ടാവില്ല. അല്ല, ഞാൻ ചോദിക്കണെന്ന് ഒരു കുട്ടീനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സാണ്. അത് വലിയൊരു പ്രോസസ്സാണ്. ശരി, ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ പ്രോസസ്സാണെന്ന്. നമ്മൾ അതിനകത്ത് എന്ത് നമ്മളല്ല, നിങ്ങളെ പോലുള്ളവർക്ക് അധ്വാനമുണ്ട്. ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് കഠിനാധ്വാനമാണ് അതിനകത്തുള്ളത്? ഞങ്ങളെ പോലുള്ളവർക്ക് അതായത് പുരുഷന്റെ സൈഡിൽ നിന്ന് എന്ത് അധ്വാനമാണ് ഉള്ളത് ഇതിനകത്ത്? ഒന്നുമില്ല, ശരിക്കും പറഞ്ഞ ഒരു അധ്വാനം ഇല്ല. നമ്മൾ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോണത്. ഇത്രയുമേ ഉള്ളൂ പുരുഷന്റെ ഡ്യൂട്ടി. അവന് ഒരു നല്ല പുത്രനുള്ള സ്പേം കൊടുക്കുക, അതോടെ അവന്റെ ഡ്യൂട്ടി തീർന്നു. പിന്നെ 10 മാസം ചുമക്കുക എന്നുള്ളതും അതിനെ വളർത്തുക എന്നുള്ളതും വലുതാക്കുക എന്നുള്ളതും എല്ലാം സ്ത്രീയുടെ ഡ്യൂട്ടിയാണ്. ആണോ അല്ലയോ? ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേം കൊടുത്തു, പിറ്റേ ദിവസം നമ്മൾ നിങ്ങളിട്ടേച്ച് പോയി, പിന്നെ അതിൻ്റെ ഡ്യൂട്ടി ആർക്കാ? ആ അമ്മ പറയും ഞാനിതിനെ കളയില്ലാന്ന്. പിന്നെ അമ്മ അതിനെ വളർക്കുക. കാരണം എന്താ? കോഴിയെ കൊന്ന് കഴിക്കണതായിരിക്കും, ആടിനെ കൊല്ലുന്ന അമ്മയായിരിക്കും, മീനെ പിടിച്ച് കറി വയ്ക്കുമായിരിക്കും, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മ സമ്മതിക്കില്ല. ഇത് പാപമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കുഞ്ഞിനെ വളർത്തി ആ മനുഷ്യനോട് ശത്രുതയാണെങ്കിലും ഇതിനെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി മറ്റൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കും. ഇതൊരു അമ്മയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണത്, എങ്ങനെയാണ് വന്നതെന്ന്. നമ്മളെ മോഡേൺ സയൻസ് പോലും പഠിപ്പിക്കുന്നത് എന്താ? ഇതൊരു റേസ് കോമ്പറ്റീഷനാണെന്നാണ്. കോടാനുകോടി സ്പേം പോണതിനകത്ത് ഒരെണ്ണമാണ് നമ്മളായിട്ട് വരുന്നത്. അങ്ങനെയല്ല, ഈ ഒരെണ്ണത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കോടാനുകോടി കൂടെ പോണത്. നമ്മളെങ്ങനെയാണ്? നമ്മളൊരു മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ 100 കണക്കിന് ആൾക്കാർ ചെറുക്കൻ്റെ വീട്ടിൽ പോകും അല്ലേ? എന്നിട്ട് പെണ്ണിനെ മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു വരിക അല്ലേ? ഇത് തന്നെ അവിടെ നടക്കണത്. ഇതിനെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പടയായിട്ട് പോവാണ്. ഇല്ലാതെ ഇതൊരു റേസിംഗ് കോമ്പറ്റീഷൻ. ഇതിൻ്റെ ഉള്ളിൽ റേസിംഗ് മണ്ടത്തരം മുഴുവൻ നമ്മൾ പറയും. കൊച്ചായിരിക്കും പോലും കൊച്ചുങ്ങളെ നമ്മൾ ഈ കോമ്പറ്റീഷനാണ് പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിപ്പിച്ചേക്കണത്. ഒരു കൊച്ചുകുട്ടി നമ്മൾ വീണു തറയിൽ, ആ കൊച്ചിനോട് നമ്മൾ ശകാരിച്ച് മനസ്സിലാക്കുകയല്ല, നോക്കി നടക്കണമെന്ന്. തറയിലേക്ക് ഒരു ഒറ്റ അടി കൊടുത്തിട്ട് പറയും എൻ്റെ കൊച്ചിനെ വീഴ്ചയല്ലടാന്ന്. ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇത് തന്നെയാണ്. ആ കൊച്ചെന്ത് ധരിക്കും? ഞാനല്ല തെറ്റിയത്, തറയെ തെറ്റിയത്. ഇനി കൊച്ചിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുത്താൽ പോരെ, അതിന് അമ്പിളിമാമനെ കാണിച്ചിട്ട് കൊടുക്കും, മോൻ കഴിച്ചില്ലേ അമ്പിളിമാമനെ കൊടുക്കൂട്ടുന്നു. ആ കൊച്ചു തെറ്റിദ്ധരിക്കും ഈ ഭക്ഷണം മുഴുവൻ എനിക്ക് തിന്നാനുള്ള, വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ലാന്ന്. ഇനി അച്ഛനും അമ്മയും കൊച്ചും കൂടെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക. അടുത്ത വീട്ടിലൊരാൾ വന്നു, മോൻ അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം? വല്ല ആവശ്യമുണ്ടേ കുനിഷ്ടി ചോദിക്കണ്ടേ? ആ കൊച്ചിനെ 10 മിനിറ്റ് കണ്ടേച്ച് പോയാൽ പോരെ. അപ്പോൾ കൊച്ചവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക. അമ്മ മാറി കഴിയുമ്പോൾ പറയും എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം. അപ്പോൾ അവർ പറയും ഓ ഭയങ്കര സ്മാർട്ടാണ്, ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പഠിക്കുകയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൊച്ചും വിചാരിക്കും ഇതാണ് വേണ്ട ആൻസർ എന്ന്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ ഈ ദുഷ്ടതരാണ് കൊച്ചിനെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കൊച്ച് പ്രായപൂർത്തിയാകും വണ്ടി എടുത്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങും. നിർത്തിയിട്ടേക്കണ വണ്ടിയുടെ പുറകെ കൊണ്ടുപോയിട്ട് ഒറ്റയിടി, എന്നിട്ട് മുമ്പിൽ കിടക്കണം ചുമ്മാ ചീത്ത വിളിക്കും. എന്താ ഈ കൊച്ചിലോട്ട് പഠിപ്പിച്ച് വെച്ചേക്കണ ഇതാ. കോംപ്ലിക്കേറ്റഡ് മെമ്മറി മാത്രമേ ഇവന് കൊടുത്തിട്ടുള്ളൂ. ഇവൻ ഒരു സൽബുദ്ധിയും ഒരു സാധനവും പറഞ്ഞു കൊടുത്തിട്ടില്ല. അച്ഛൻ പറയും നുണ പറയരുന്ന്, എന്നിട്ട് അപ്പുറം മുറിയിൽ നിന്ന് ചോദിച്ചു ഞാൻ ഡൽഹിയിലാണ്.
കൊച്ചു തന്നെ ഞെട്ടിപ്പോ, അച്ഛൻ നുണ പറയരുതെന്ന് പറഞ്ഞു. ഡൽഹിയിലോ? ഇതെന്താ അപ്പുറം മുറിയിലെന്ന് പറഞ്ഞേ. മോനെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത്, പുറത്ത് നിൽക്കുന്നവരോട് അച്ഛൻ ഡൽഹിക്ക് പോയേക്കാന്ന്. അപ്പോൾ കൊച്ചു അവിടെ പോയി ഡൽഹി എന്ന് പറയും. ഇത് പറഞ്ഞ് കൊച്ചു തിയേറ്ററിലിരിക്കുമ്പോൾ അമ്മ വിളിക്കും, മോളെ എവിടെയാ? ഞാൻ കിസ് കോമ്പറ്റീഷൻ പഠിച്ചുകൊണ്ടിരിക്കുക, കമ്പൈൻ സ്റ്റഡിയിലാന്ന് പറയും. പിന്നെ കൊച്ചതല്ലേ പറയുള്ളൂ. കൊച്ചു ചെറുപ്പത്തിലെ തൊട്ട് അതാ കണ്ടു പഠിച്ചേക്കണത്. അച്ഛനും അമ്മ ഇരുന്നുകൊണ്ട് ഫോണിൽ പ്രോൺ സൈറ്റും പ്രോൺ മൂവിയും കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് മക്കളോട് പറയും ഇത് ചെയ്യരുതെന്ന്. ഇതേ മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ വാതിലടച്ചിട്ട് മാതാപിതാക്കൾ പെരുമാറണം അത് തന്നെ. എന്നിട്ട് കുട്ടികളോട് പറയും നിങ്ങൾ നേർവഴിയിൽ നടക്കാൻ. മാതാപിതാക്കൾ സ്നേഹത്തിൽ സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനാണ് മക്കളെ കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് കൊച്ചായിരിക്കുമ്പോൾ മുതൽ ഒരു കുട്ടി ഉണ്ടായാൽ ഗൃഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഗൃഹസ്ഥത്തിൽ സന്യാസിയെ പോലെ ജീവിക്കണമെന്ന്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കണം എന്തിനാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നസിച്ച് ജീവിക്കുക, അതായത് ത്യാഗത്തിലൂടെയുള്ള ജീവിതമായിരിക്കണം. ത്യാഗം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യാവുന്നത്, ചെയ്യാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ അവരുടെ സൂക്ഷ്മ ശരീരം മിനിറ്റ് പെരയ്ക്കാത്ത കൂടെ മുഴുവൻ നടക്കും. അപ്പം നമ്മൾ കാണിക്കണമെന്ന് അവർ കാണൂലേ? ചോദ്യം എവിടെയായിരുന്നു നിന്നത്? സൂര്യനിൽ നിന്ന് കുട്ടി. ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവരോട് പോയിട്ട് ഞാൻ സൂര്യനിൽ നിന്ന് എങ്ങനെ കുട്ടി ഉണ്ടാവും എന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണത്? ഒരു കുട്ടി ഉണ്ടായിട്ട് അതിന് നടക്കുമ്പോൾ മോന് വളർത്തേണ്ട എങ്ങനെയാന്ന് പോലും അറിയില്ല നമുക്ക്. ശരിയാണോ? ജന്മം നൽകേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരോടാണ് ഞാൻ പറയണത് സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുമ്പോൾ വിശ്വസിക്കണമെന്ന്. സാധ്യമാവില്ല, അവർ വിശ്വസിക്കൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ, പിന്നെ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള, അതുകൊണ്ട് നിങ്ങൾ സമ്മതിച്ചോ, കുഴപ്പമില്ല. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്, നുണയല്ല. എനിക്കിങ്ങനെ ഇരുന്ന് പരസ്യമായിട്ട് നുണ പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. ഇത് ഞാൻ നാളെ സയൻസിനെ കൊണ്ട് പ്രൂവ് ചെയ്യിപ്പിക്കാൻ പോണവനാണ്. അപ്പോൾ ആദ്യമായിട്ട് ബൾബ് കണ്ടുപിടിച്ചവന് പ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആദ്യമായിട്ട് റേഡിയോ കണ്ടുപിടിച്ച നുണയാന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ലോകം, ഇല്ലേ? ഇതൊരൊറ്റപ്പെട്ട ജീവിതം. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇനി പോവുള്ളൂ. ചലഞ്ചിങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ചലഞ്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ റെഡിയാണെന്നറിയോ? ഓൾറെഡി റെഡിയാണ്. അവർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇൻ്റർവ്യൂ തരും. ഒരു ഇൻ്റർവ്യൂ തരുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇന്ന് നമുക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി എന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്ത് സൗകര്യമാണെന്ന് നമുക്കിവിടെ ഉള്ളത്? ഇല്ല. നമ്മൾ സയൻസിന് വേണ്ടിയിട്ട് കോടാനുകോടി ചിലവാക്കേണ്ടത്, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും ചിലവാക്കാൻ നമുക്കില്ല. ഇനി അത് ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കൊരു റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കണമെങ്കിൽ. ഇതിനൊരു ഗവൺമെൻറ് ബോഡി തയ്യാറാവണം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരെങ്കിലും തയ്യാറാവണം, അല്ലെങ്കിൽ പഞ്ചായത്തെങ്കിലും തയ്യാറാവണം. ഇതാരും തയ്യാറില്ലാത്തടത്ത് ഞാനിരുന്നിച്ച് ഇതാണ് പെൺകുട്ടി, ഇത് സൂര്യൻ വന്നു, ഇതാ കുട്ടി ഉണ്ടായി, രണ്ടും ഇത് നമ്മുടെ സോപ്പാണ്, രണ്ടും നദിയിലേക്ക് ചാടുകയാണ്, എന്നിട്ട് ക്യാമറ വെള്ളത്തിലേക്ക് ആടിക്കോട്ടെ എന്ന് പറഞ്ഞോളൂ എന്ന് എടുക്കാൻ പറ്റുന്ന സാധനമല്ല അത്. ഇത് ടെക്നിക്കലി പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ നിരീക്ഷണത്തിൽ, അത് ഗർഭകാലം മുതൽ പ്രസവിക്കുന്നത് വരെ ക്ലോസ് മോണിറ്ററിങ്ങിൽ ആ കുട്ടിയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഗർഭധാരണം ഉണ്ടായോ, അത് വരുമ്പോൾ അതിനകത്ത് ആ പെൺകുട്ടി സമയത്ത് ഗർഭിണി ആയിരുന്നോ, ഇപ്പോൾ ഗർഭിണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരൊക്കെ അവിടെ വന്നു പോയിട്ടുണ്ട്, എന്താണ് ആ കുട്ടിയിൽ വരുന്ന മാറ്റം, അതെങ്ങനെയാണ് ആ കുട്ടി വന്നത്, ഇത് സയൻറ്റിഫിക്കലി പഠിച്ചുകൊണ്ടിരിക്കണം. അതൊരിക്കൽ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോസ് മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കണം ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സ്വാഭാവിക മാറ്റമാണോ, അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ആ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ പോയിട്ട് സൂര്യൻ്റെ DNA എടുത്തുകൊണ്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിക്കോട്ടെ. ചലഞ്ചിങ് ആണ്. എനിക്കിത്രേ പറയാൻ പറ്റുള്ളൂ. ഇത് ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ ചലഞ്ചിങ് തന്നെയായിട്ട് എടുത്തോ, ഏത് തരത്തിൽ വേണമെങ്കിലും എടുത്തോ. ഒരാൾ ഓപ്പണായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത് ചരിത്രമാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല, ഞാനിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ വാർത്തയാണ്, നിങ്ങൾ എടുത്തിടും, എനിക്കിതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഇത് ലോകം മുഴുവൻ കേട്ട് കഴിഞ്ഞു. നാളെ എന്നെ വന്ന് സമീപിക്കുമ്പോൾ അപ്പം ഞാൻ ബബ്ബ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നെ ഇപ്പോൾ ഫേമസ് ആവണേക്കാൾ കൂടുതൽ ഞാൻ മോശമായി പോകും. സത്യം. അപ്പം ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. സൂര്യൻ മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും ഞാൻ എന്ത് പറയണ്ടോ, സത്യമല്ലാതെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ.